കാറ്റത്തെ കിളിക്കൂടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ സുധീഷും നിധിയും യൂണിവേഴ്സിറ്റിയിൽ എത്തിയിരിക്കുകയാണ്. സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനായി പോകുന്നതിനിടയിൽ കൃഷ്ണ ഭഗവാനെ വേറെ തടസ്സമൊന്നും ഉണ്ടാവരുതേ, ഇന്ന് തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടണേ എന്നൊക്കെ ടെൻഷനോടെ പ്രാർത്ഥനയോടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിധി. അത് കേൾക്കെ സുധീഷും, എടോ വെറുതെ ഇങ്ങനെ ടെൻഷൻ ആവുന്നത് എന്തിനാ, കുറച്ചു കഴിഞ്ഞാൽ കയ്യിലേക്ക് കിട്ടാൻ പോവുകയല്ലേ, ഞാനൊന്ന് സമാധാനത്തോടെ വാ, ഇന്നത് വാങ്ങിയിട്ടേ നമ്മൾ പോകുന്നുള്ളൂ പോരെ എന്നവളെ ആശ്വസിപ്പിച്ച് താൻ ഇവിടെ ഇരിക്കെ, ഞാൻ മാഡത്തെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് നടന്ന് നീങ്ങുമ്പോഴേക്കും മാഡം അതിലെ വരികയാ. മാഡം മാഡം എന്ന് വിളിച്ച് അവനങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും സുധീഷ്, സുഖമായിരിക്കുന്നു എന്ന് മാഡവും. സുഖമായിരിക്കുന്നു, ഞാൻ എൻ്റെ വൈഫുമായി വന്നിട്ടുണ്ട്, എല്ലാ കാര്യവും സെറ്റാണല്ലോ അല്ലേ എന്ന് സുധീഷ് ചോദിക്കെ, എല്ലാ കാര്യവും സെറ്റായിട്ടുണ്ട്, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്ന് സുധീഷിനോടായി പറഞ്ഞ് നിധിയെ തന്റെ അടുത്തേക്ക് വിളിക്കുകയാണ് അവർ ഓഫീസിലേക്ക് ചെന്ന് അവിടെയുള്ള സ്റ്റാഫിനോട്, ഞാനൊരു സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ, അതിവരാ, അത് വാങ്ങാൻ വേണ്ടി വന്നതാ എന്ന് പറയുമ്പോഴേക്കും, സർട്ടിഫിക്കറ്റ് ഒക്കെ സൂക്ഷിക്കണ്ടേ എന്ന് നിധിയോടായി അയാളും ചോദിക്കുക. നിധി സോറി പറയുമ്പോഴേക്കും ഒരു ഫയൽ കാണിച്ച് ഇതിൽ റിസീവ്ഡ് എന്ന് എഴുതി സൈൻ ചെയ്തേക്ക് എന്ന് പറയുന്നുണ്ട് അയാൾ. നിധി അത് സൈൻ ചെയ്തു കൊടുക്കുമ്പോഴേക്കും, നിധി ഒന്ന് വെയിറ്റ് ചെയ്തോളൂ, ഞാൻ നിങ്ങളെ വിളിക്കാം എന്ന് വീണ മാഡം പറയെ നിധിയും അവിടെയുള്ള കസേരയിലേക്ക് ചെന്നിരുന്ന് കണ്ണടച്ച് പ്രാർത്ഥനയോടെ ഇരിക്കുക. ആ സമയത്ത് വീണ മാഡം സർട്ടിഫിക്കറ്റുമായി അവളുടെ അരികിലേക്ക് ചെന്ന്, നിധി ഇതാ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ് നീട്ടുമ്പോഴേക്കും നിധിയും അമ്പരപ്പോടെയും സന്തോഷത്തോടെയും എഴുന്നേറ്റ് ആ സർട്ടിഫിക്കറ്റ് വാങ്ങി കണ്ണു നിറഞ്ഞ് താങ്ക് യു മാഡം എന്ന് പറയുക. ഓക്കെ എന്നവർ പറയുമ്പോഴേക്കും താങ്ക് യു വെരി മച്ച് എന്നവൾ വീണ്ടും കണ്ണു നിറഞ്ഞു പറയേ, അതിനെന്തിനാ കുട്ടി കരയുന്നേ എന്ന് മാഡവും. ഇന്ന് സർട്ടിഫിക്കറ്റ് കിട്ടുമെന്നറിയാം, എങ്കിലും ഉള്ളിലൊരു പേടിയുണ്ടായിരുന്നു, മാഡം ഇല്ലായിരുന്നെങ്കിൽ എനിക്കിത് ഇത്രയും പെട്ടെന്ന് കിട്ടില്ലായിരുന്നു, താങ്ക് യു വൺസ് അഗൈൻ എന്നവൾ പറയേ. ഇറ്റ്സ് ഓക്കെ, വിഷ് യു ഗുഡ് ലക്ക് എന്ന് പറഞ്ഞ് അവൾക്ക് കൈകൊടുത്ത് മാഡവും അവിടുന്ന് പോവുകയാ. സുധീഷ് അപ്പോഴേക്കും മാഡത്തെ പുറകിൽ നിന്ന് വിളിച്ചു നിർത്തി, താങ്ക് യു മാഡം, താങ്ക് യു വെരി മച്ച് മാഡം എന്ന് പറഞ്ഞ് വീണ്ടും മാഡത്തോട് ഓരോന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുക. നിധിയും അവിടെയുള്ള കസേരയിലിരുന്ന് തന്റെ സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കി. അച്ഛൻ തന്റെ സർട്ടിഫിക്കറ്റ് കത്തിച്ച രംഗങ്ങളെല്ലാം ഓർത്തെടുക്കുകയാ. പിന്നീട് മാഡം സുധീഷിനോട് യാത്ര പറഞ്ഞു പോകുമ്പോഴേക്കും സുധീഷും സർട്ടിഫിക്കറ്റ് നോക്കി സന്തോഷത്തോടെ ഇരിക്കുന്ന നിധിയുടെ അരികിലേക്ക് ചെന്ന്, അതെ ആ മുഖമൊക്കെ ഒന്ന് തുടച്ചേ എന്ന് പറയുമ്പോഴേക്കും നിധിയും തന്റെ കണ്ണീര് തുടച്ചുകൊണ്ട് എഴുന്നേറ്റ്, ഇത് നടക്കുമെന്ന് വിശ്വാസമുണ്ടായിരുന്നില്ല, അവസാനം ഇത് കയ്യിൽ കിട്ടാൻ കാരണം ഇയാളാ എന്ന് പറയേ, ഇതൊക്കെ ഒരു കാര്യമാണോ എന്ന് സുധീഷും സന്തോഷത്തോടെ കണ്ണു നിറഞ്ഞ് താങ്ക് യു വെരി മച്ച് എന്ന് പറഞ്ഞവൾ തന്റെ കൈ നീട്ടുമ്പോഴേക്കും സുധീഷും പ്രണയത്തോടെ ആ കൈകളിലേക്കും അവളുടെ കണ്ണുകളിലേക്കും ഒരു നിമിഷം നോക്കി നിൽക്കേ. അവൾ വീണ്ടും സന്തോഷത്തോടെ നിർബന്ധിക്കുമ്പോഴേക്കും അവനും അവളുടെ കൈ ചേർത്ത് പിടിച്ച് ഷെയ്ക്കാൻഡ് നൽകുക. പെട്ടെന്ന് അവൾ ആ കൈ പിൻവലിക്കെ അവൻ തന്റെ കൈകളിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. ഇത് കയ്യിൽ കിട്ടിയത് എന്റെ ആദ്യത്തെ വിജയം, ഇനി മനസ്സിൽ കണ്ടതെല്ലാം ഞാൻ നേടിയെടുക്കും എന്ന് പറയേ എല്ലാം നടക്കും. മുൻപ് വീട്ടിലിരുന്ന് തന്റെ ഇഷ്ടങ്ങൾ പറയുമ്പോഴേ ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടല്ലോന്ന് ഞാൻ സന്തോഷിച്ചിരുന്നു, ആ സ്വപ്നങ്ങളെല്ലാം നിറവേറ്റണം, അതെനിക്ക് കാണണം എന്ന് സുധീഷ് പറയേ. ഉറപ്പ് എന്ന് നിധിയും. എന്നാൽ നമുക്ക് പോവാമെന്ന് സുധീഷ് ചോദിക്കുമ്പോഴേക്കും നിധിയും തന്റെ ബാഗും എടുത്ത് അവന്റെ പുറകെ സന്തോഷത്തോടെ പോവുകയാണ്. അവിടെ ഹരീഷ് തന്റെ മെക്കാനിക്കൽ ഷോപ്പിൽ ജോലിയൊന്നും ചെയ്യാതെ നീതു വരുന്നുണ്ടോന്ന് നോക്കിക്കൊണ്ട് ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പാം. അത് കാണേ ചന്തു ജിങ്കോയോടെ പറയുന്നുണ്ട്, ഡാ അത് കണ്ടില്ലേന്ന്, 2 ദിവസം കൊണ്ട് ഹരീഷിട്ടൊരു വെപ്രാളമുണ്ടെന്ന് ജിങ്കു പറയേ. ഇത്തിരി പരവേശവും ഉണ്ടെന്ന് ചന്തുവും. അതും ഉണ്ടാ എന്ന് സംശയത്തോടെ ജിങ്കോ ചോദിക്കേ. ഉണ്ട്, അതാണ് കൂടുതല് എന്ന് ചന്തുവും. അപ്പൊ 2 ആയോ എന്ന് ജിങ്കോ ചോദിക്കേ. അല്ല, ഇവിടുന്ന് അങ്ങോട്ട് കെട്ടാൻ നോക്കിയാലും അവിടുന്ന് ഫ്യൂസ് ഊരിയ സ്ഥിതിക്ക് ഇനി കത്താൻ ചാൻസ് ഉണ്ടോ എന്ന് ചന്തു ചോദിക്കേ. നോക്കാം എന്ന് ജിങ്കോയും. ഏതായാലും അവള് വരേണ്ട സമയം കഴിഞ്ഞു, അതിന്റെ ടെൻഷൻ ആശാന്റെ മുഖത്തുണ്ട് എന്ന് ജിങ്കോ പറയേ. എടാ ഇപ്പോ ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം, പോക്കൃത്തരം പറയുമ്പോ ഇതൊക്കെ ഓർക്കണ്ടേ എന്ന് ചന്തുവും. അത് ശരിയാ എന്ന് ജിങ്കോയും പറയുമ്പോഴാണ് നീതു റോഡിലൂടെ നടന്നു വരുന്നത് കാണുന്നത്. അത് കാണുന്ന ജിങ്കോയും ദേ ചന്തു വരുന്നുണ്ടെന്ന് പറയുന്നത് കേൾക്കേ. ജോലി ചെയ്യാനായി തുടങ്ങിയ ഹരീഷും തല ഉയർത്തി നോക്കുകയാ. അവൻ അവളെ തന്നെ നോക്കി നിൽക്കുകയാണെങ്കിലും അവൾ മൈൻഡ് ചെയ്യാതെ കടയുടെ മുന്നിലൂടെ നടന്നു നീങ്ങുന്നത് കാണേ. അവൻ സ്പാനർ കൊണ്ട് തന്റെ വണ്ടിയിൽ തട്ടിക്കൊണ്ട് അവളുടെ ശ്രദ്ധ തിരിക്കാനായി നോക്കുന്നുണ്ടെങ്കിലും അവൾ ഒരു നിമിഷം നിന്ന് റോഡ് ക്രോസ് ചെയ്ത് ഹരീഷിന്റെ കടയുടെ നേരെ നടക്കുകയാ. ഇതിനിടയ്ക്ക് അവൾ മൊബൈലിൽ സംസാരിക്കുന്നുമുണ്ട്. ആ പറയടി, ഞാൻ വന്നോണ്ടിരിക്കുക, ബസ് സ്റ്റാൻഡില്ലേ, അവിടെ ഒരു പഴയ മെക്കാനിക്കൽ ഷോപ്പില്ലേ, അവിടെ എത്തിയെന്ന് പറഞ്ഞവൾ ആ മെക്കാനിക്കൽ ഷോപ്പും കഴിഞ്ഞ് പോകുമ്പോഴേക്കും ഇവളെന്താ കാണാതെ പോകുന്നത് എന്ന് പറഞ്ഞ് ഹരീഷും സംശയത്തോടെ നോക്കി നിൽപ്പാ. ദേ എന്തിനു വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് ചന്തുവും ജിങ്കോഴായി പറയുകയാണ്. ഹരീഷും അവൾ പോകുന്നത് നോക്കിക്കൊണ്ട്, ദേ ചന്തു, അവള് നമ്മൾ കാണാൻ വേണ്ടിയിട്ടാ അവിടെ നിന്ന് സംസാരിക്കുന്നത്, ഇത്ര ശബ്ദമുണ്ടാക്കിയിട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ടോന്ന് നോക്കിയേ എന്ന് ഹരീഷ് പറയുമ്പോഴേക്കും ആത്മാഭിമാനമുള്ള പെൺകുട്ടിയല്ലേ ഹരീഷേട്ടാ, ആശാനുമുണ്ട് ദുരഭിമാനം.
അതുകൊണ്ടാണ് പോക്കൃത്തരം കാണിച്ചിട്ടും ആ പെൺകുട്ടിയുടെ മുന്നിൽ പോയി സംസാരിക്കാതെ ഇടയ്ക്കിടന്ന് തക്കിട തരികയുടെ പരിപാടി കാണിച്ചിട്ട് ഒരു കാര്യവുമില്ല. അല്ലേടാ ചന്തു എന്ന് ചോദിക്കുമ്പോഴേക്കും പിന്നല്ലാതെ എന്ന് ചന്തുവും. അത് കേൾക്കെ ദേഷ്യത്തോടെ ഹരീഷും ഒരു സ്പാനർ എടുത്ത് അവന് നേരെ എറിയുകയാ. അവനത് പിടിച്ച് താങ്ക് യു എന്ന് പറയുമ്പോഴേക്കും എടാ ചന്തു ചെന്ന് വിളിക്കടാ അവളെ എന്ന് ദേഷ്യത്തോടെ ഹരീഷും പറയുന്നുണ്ട്. ഓ പിന്നെ ഞാനെന്തിനു വിളിക്കണം, ഇനി വേണം ചെന്ന് വിളിച്ചാൽ മതി എന്ന് ചന്തു പറയെ ഹരീഷ് ഏട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു അഭിമാനം പ്രേമത്തിന് നല്ലതല്ല എന്ന് ചന്തുവും പറയുന്നുണ്ട്. ഹരീഷ് വീണ്ടും റോഡിലേക്ക് ഇറങ്ങി അവൾ പോയതും നോക്കിക്കൊണ്ട് ഇത് കുറച്ച് ഓവറല്ലേ, എല്ലാ ദിവസവും ഇവിടെ വന്ന് കുത്തിയിരിക്കാറുള്ളതല്ലേ, ഇതിപ്പോ എന്താ എന്ന് മനസ്സിൽ പറഞ്ഞേ ചന്തുവിനോടും ജിങ്കോയോടുമായി എടാ ഞാൻ ഇപ്പൊ വരാമെന്ന് വിളിച്ചു പറഞ്ഞ് നീതു പോയ വഴിയെ ഓടുമ്പോഴേക്കും ആശാനെ ചളമാക്കല്ലേ എന്ന് ചന്തുവും വിളിച്ചു പറയുകയാ. ഹരീഷ് നീതുവിന് പുറകെ ഓടിച്ചെന്ന് ഹലോ നിക്കാനല്ലേ പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നീതു മൈൻഡ് ചെയ്യാതെ നടന്നുകൊണ്ടിരിക്കുക. അല്ല വിളിക്കുന്നത് കേട്ടില്ലേ, എന്നിട്ടാണോ തിരിഞ്ഞു നോക്കാതെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഹരീഷ് ചോദിക്കേ. വിളിക്കുന്നത് എന്നെയാണെങ്കിലേ എന്റെ പേര് വിളിക്കണം, അല്ലാതെ ഹലോ എന്നല്ല എന്ന് നീതുവും. വലിയ ഓവറാക്കല്ലേ, ഞാനാ വിളിക്കുന്നതെന്ന് മനസ്സിലായില്ലല്ലേ എന്ന് ഹരീഷ് ചോദിക്കേ. അതിന് നിങ്ങളാരാ, എന്തിനാ എന്റെ പിന്നാലെ നടന്നു വിളിക്കുന്നേ എന്ന് ദേഷ്യത്തോടെ നീതുവും. ഓ അങ്ങനെ, ദേ മതി, ഇനി കൂടുതൽ സീനാക്കണ്ട, ഇപ്പൊ തന്നെ ഡാർക്കാണ്, സോറി, ഞാനങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു, തെറ്റാണ്, സോറി. ചേട്ടന്റെ കല്യാണം അവസാന സമയത്താ മാറിപ്പോയത്, പെണ്ണിന് ആ വീട്ടിൽ വന്ന് താമസിക്കാൻ പറ്റില്ലെന്നായിരുന്നു, അതിന്റെ ഒരു ടെൻഷനിൽ വന്നിരിക്കുമ്പോഴാ നീ വന്നത്, അതാ ഞാൻ ചോദിച്ചതെന്ന് ഹരീഷും. അത് കേൾക്കെ നീതുവും നീ ഇത്രയും കാലം എന്നോടൊന്നും വിട്ടു പറഞ്ഞിട്ടില്ല, ഇഷ്ടമാണെന്ന് ഒരു സൂചന പോലും തന്നിട്ടില്ല, എന്നിട്ടും ഞാൻ ഇവിടെ ഇടയ്ക്കിടെ വന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ, നിന്റെ ഉള്ളില് എനിക്ക് എവിടെയെങ്കിലും ഇത്തിരി സ്പേസ് തന്നിട്ടുണ്ടാവുമെന്ന തോന്നൽ കൊണ്ടാ. പക്ഷേ നീ എന്നോട് അങ്ങനെ ചോദിച്ച നിമിഷം എനിക്ക് മനസ്സിലായി നിന്റെ ഉള്ളിൽ ഒരു നിഴൽ പോലും വീണിട്ടില്ലെന്ന്, ഉണ്ടായിരുന്നെങ്കിലേ നീ എന്നോട് ആ ചോദ്യം ചോദിക്കില്ല എന്ന് നീത് ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും ഏയ് അങ്ങനെയൊന്നുമല്ല എന്ന് ഹരീഷും. മതി, ഇനി എന്നെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കണ്ട, നാണമില്ലാതെ നിന്റെ പിറകെ വന്നത് എന്റെ തെറ്റ്, ഇനി മേലിൽ ഞാൻ നിന്റെയോ നിന്റെ കടയുടെ മുമ്പിലോ വന്നാ ഞാൻ ആരാ എന്തിനാ വന്നേന്ന് ചോദിച്ചാ മതി, അത്രയും തമ്മിൽ അറിയത്തേ ഉള്ളൂ നമ്മള്. ഓക്കെ, ഇന്നത്തോടെ എല്ലാം അവസാനിപ്പിച്ചു, മതി എന്ന് തീർത്തു പറഞ്ഞവൾ നടന്നു പോകെ ഹരീഷും ആകെ ടെൻഷനോടെ അവളെ തന്നെ നോക്കി നിൽപ്പാ. പിന്നീട് അവൻ ടെൻഷനോടെ കടയിലെത്തുമ്പോഴേക്കും എന്തു പറ്റി ഹരീഷേട്ടാ എന്ന് ചന്തവും വിളിച്ചു ചോദിക്കുക. എടാ അത്ര വലിയ മുടയാണെങ്കിൽ കൈ വെക്കട്ടെ, സോറി പറഞ്ഞിട്ട് മനസ്സിലാവില്ലെന്ന് വെച്ചാ എന്ന് ഹരീഷ് പറയേ. അവള് ഹരീഷേട്ടനോട് നോ പറഞ്ഞല്ലേ ഫീൽ ചെയ്തെന്ന് ജിങ്കോയും. എടാ മുഖത്ത് നോക്കി അത് ചോദിക്കുമ്പോ ഫീൽ ആവില്ലേ എന്ന് ഹരീഷ് ചോദിക്കെ. ചന്തുവും അവന്റെ അരികിലേക്ക് നടന്നു ചെന്ന് ഇതേ ഫീലല്ലേ കഴിഞ്ഞ 1.5 വർഷമായി ആ കുട്ടി അനുഭവിക്കുന്നത് എന്നവൻ ചോദിക്കെ. എന്ത്, അതിന് അവളോട് എന്താ പറഞ്ഞേ എന്ന് ഹരീഷും. ഒന്നും പറഞ്ഞില്ല, അത് തന്നെ കുഴപ്പം, 1.5 വർഷം ആ കുട്ടി പുറകെ നടന്നു, ഒരു എസ് എന്ന വാർക്ക് ഹരീഷേട്ടൻ പറഞ്ഞു, ഇനി ഹരീഷേട്ടൻ പുറകെ നടക്കും, ആനോ അവള് മാറ്റവും ഇല്ലെന്ന് നമുക്ക് നോക്കാം എന്ന് ചന്തു പറയേ. എന്റെ പട്ടി നടക്കുമെന്ന് ഹരീഷും. ഇവൾക്ക് ചന്തുവും ജിങ്കോയോടായി ജിങ്കോ നിനക്ക് പണിയായേ എന്ന് വിളിച്ചു പറയുകയാ. അന്ന് ഞാനത് ചോദിച്ചത് തെറ്റായെന്ന് എനിക്ക് തോന്നി, അതിന് ഞാൻ സോറി പറഞ്ഞു, അതോടെ എല്ലാം കഴിഞ്ഞു, ഇനി ഒന്നുമില്ലെന്ന് ഹരീഷ് പറയേ. ഇല്ലേ എന്ന് ചന്തുവും. പണിയെടുക്കണമെന്ന് ഹരീഷ് പറയേ. ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ചന്തുവും ജോലി ചെയ്യാനായി പോവുകയാണ്. ഹരീഷും ടെൻഷനോടെ തന്റെ ജോലിയിലേക്ക് തിരിയുകയാണ്. അവിടെ സർട്ടിഫിക്കറ്റ് വാങ്ങി സന്തോഷത്തോടെ കാറിലുള്ള യാത്രയിലായിരുന്നു നിധിയും സുധീഷും. അവൾ സുധീഷിനോടായി ചോദിക്കുന്നുണ്ട്, അന്ന് രാത്രി നമ്മൾ വന്നത് ഈ വഴിയല്ലേ, അപ്പോ തൊട്ടടുത്തല്ലേ ബീച്ചെന്ന്. അതെ, എന്തേ പോണോ എന്ന് സുധീഷും. സുധീഷിന് സമയം ഉണ്ടാവോ എന്ന് നിധി ചോദിക്കേ. അതെന്ത് ചോദ്യം നിധി, ഇതിനൊക്കെയല്ലേ മനുഷ്യർ സമയം കണ്ടെത്തേണ്ടത്, 2 മിനിറ്റിൽ നമ്മൾ അവിടെ എത്തിയിരിക്കും എന്ന് സന്തോഷത്തോടെ സുധീഷും പറയുകയാണ്. പിന്നീട് ബീച്ചിലെത്തി രണ്ടുപേരും കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഇനി നമുക്ക് അങ്ങോട്ട് പോവാം വാ എന്ന് പറഞ്ഞ് സുധീഷ് വിളിക്കേ. നിധി സംശയത്തോടെ നിന്ന് കാറൊക്കെ ലോക്കല്ലേ, സർട്ടിഫിക്കറ്റ്സ് ഒക്കെ സേഫ് അല്ലേ എന്ന് അവൾ ചോദിക്കുക. ഇനി ഈ സർട്ടിഫിക്കറ്റ് ഭദ്രമായിരിക്കും, ധൈര്യമായിട്ട് വാ എന്ന് പറഞ്ഞ് സുധീഷ് വിളിക്കുക. നിധിയും അവന്റെ പുറകെ ചെല്ലുകയാണ്. അങ്ങനെ അവർ ബീച്ചിലൂടെ നടക്കെ. എന്തൊരു വെയിലല്ലേ എന്ന് നിധി പറയേ. അതെ എന്ന് സമ്മതിച്ചേ. ഞാനിപ്പോ വരാമെന്ന് പറഞ്ഞ് സുധീഷ് എങ്ങോട്ടോ ഓടുകയാ. അവൻ തന്റെ കാറിനരികിലേക്ക് ചെന്ന് ഡിക്കി തുറന്ന് അതിൽ നിന്നൊരു കുടയും ഒരു ബോട്ടിൽ വെള്ളവുമായി നിധിയുടെ അരികിലേക്ക് ചെന്ന് ആ കുട കൊടുക്കുമ്പോഴേക്കും ഇതെന്തിനാണ് നിധിയും. വെയിലല്ലേ ചൂടിക്കോ എന്ന് സുധീഷ് പറയേ. നിധി അത് വാങ്ങി നിവർത്തുമ്പോഴേക്കും അത് കേടായിരുന്നു. ഇതോ എന്ന് നിധി ചോദിക്കേ. അത് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞവൻ ആ കുട വാങ്ങി ചുരുട്ടി വെക്കുക. ബീച്ചിൽ 2 പേർ കുടയും ചൂടിയിരിക്കുന്നത് കാണാൻ നിധിയും ഈ പൊരുവിലത്ത് 2 പേരും കൂടി മണ്ണിൽ കുടയും ചൂടിയിരിക്കുന്നത് എന്തിനാണാവോ എന്ന് പറയേ. അത് കപ്പിൾസ്, ലവ് കപ്പിൾസ് ഇനപ്രാവുകൾ എന്ന് സുധീഷും. ലവേഴ്സോ, അവരെന്തിനാ ഈ ചുട്ടുപൊള്ളുന്ന മണലിൽ വന്നിരിക്കുന്നത് എന്ന് നിധി ചോദിക്കേ. അവരെ പ്രണയത്തിന്റെ പരകോടിയിൽ നിൽക്കുന്നവരാ, വെയിലും മഴയും ഒന്നും അവരറിയുകയില്ല. പുറത്ത് വെയില് തിളയ്ക്കുമ്പോ അവരുടെ ഉള്ളിൽ പ്രണയമഴ പെയ്യുകയായിരിക്കും. കേട്ടില്ലേ പ്രണയമണി തൂവൽ പൊഴിയും പവിഴമഴ എന്ന് സുധീഷ് പാട്ടുപാടിക്കൊണ്ട് ചോദിക്കേ. പിന്നെ ഒരു വെയിലില് ചന്തി പഴുക്കുമ്പോഴല്ലേ പ്രണയം എന്ന് നിധിയും. അത് വേറൊരു ഫീലാ, നിധിക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് സുധീഷ് പറയേ. ഈ വെയിലത്തിരുന്ന്
ചെന്ന എന്ത് സംസാരിക്കാനാ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. അതൊക്കെ നിറയെ വിഷയങ്ങളുണ്ടാവും. പ്രേമം മനസ്സിലാക്കണമെങ്കിൽ പ്രേമിക്കുന്നവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കണം. അല്പം പ്രേമം ഉള്ളിൽ വെച്ചുകൊണ്ട് ചിന്തിക്കണം എന്ന് പറഞ്ഞ് അവളെ കുറച്ചുകൂടി കടലിനടുത്തേക്കായി കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അവളും സന്തോഷത്തോടെ ആ കടൽ നോക്കി നിൽക്കുക. നിധി ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ എന്ന് സുധീഷ് ചോദിക്കുക. ഇല്ലെന്ന് അവൾ പറയേ. അതെന്താന്ന് സുധീഷും. എന്താ അങ്ങനെ ചോദിച്ചെന്ന് നിധി ചോദിക്കേ. അതല്ല, കോളേജിലൊക്കെ പോയിട്ടുള്ളതല്ലേ, കാണാനും കുറച്ച് തരക്കേടില്ല എന്ന് സുധീഷ് പറയുന്നത് കേൾക്കേ. എങ്ങനെ എന്ന് നിധിയും. അല്ല, കുറച്ച് തരക്കേടില്ലെന്ന് സുധീഷ് പറയേ. തരക്കേടില്ലെന്നേ ഉള്ളൂ എന്ന് നിധിയും സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. സോറി, നിധിയുടെ ആത്മവിശ്വാസത്തെ തകർക്കുകയാണെന്ന് തോന്നരുത്. തരക്കേടില്ല, അത്രയേ ഉള്ളൂ എന്ന് സുധീഷും. ഹലോ, എന്റെ ആത്മവിശ്വാസത്തിന് ഒരു കുറവുമില്ല. ഞാൻ എങ്ങനെയാന്ന് നന്നായിട്ട് അറിയുകയും ചെയ്യാം എന്ന് പറഞ്ഞവൾ കടലിലേക്ക് നോക്കി നിൽക്കേ. അല്ല, ഞാൻ ചോദിച്ചതിന്റെ ഉത്തരം പറ. പ്രപ്പോസ് ചെയ്തിട്ടില്ല എന്ന് സുധീഷ് ചോദിക്കേ. ഇല്ല, എനിക്ക് അങ്ങനെ ഒരു ഫീല് ആരോടും തോന്നിയിട്ടില്ല എന്ന് നിധിയും. ഓ, വലിയ പഠിപ്പൊളി ആയിരുന്നിരിക്കുമല്ലേ എന്ന് സുധീഷ് ചോദിക്കേ. പഠിപ്പൊളിയോ എന്ന് സംശയത്തോടെ നിധിയും. ആ, പഠിപ്പിസ്റ്റ് എന്ന് സുധീഷ് പറയേ. എന്താ സംശയം, ഞാൻ നന്നായി പഠിക്കുമായിരുന്നു. വെറുതെയാണോ മെഡൽ കിട്ടിയത് എന്ന് അഭിമാനത്തോടെ നിധിയും. അയ്യേ ചേ, അങ്ങനെയുള്ള പെൺപിള്ളേരെയൊക്കെ ആരെങ്കിലും തിരിഞ്ഞു നോക്കോ എന്ന് സുധീഷ് കളിയാക്കുന്നത് കേൾക്കേ. ഹലോ, നിങ്ങളെന്താ വലിയ കാമുകനായിരുന്നോ എന്ന് നിധിയും ചോദിക്കുക. കോളേജിൽ പഠിക്കുമ്പോൾ പ്രപ്പോസൽ തട്ടിയിട്ടേ എനിക്ക് നടക്കാൻ പറ്റില്ലായിരുന്നു എന്ന് സുധീഷ് പറയുന്നത് കേൾക്കേ. നിധിയും പൊട്ടിച്ചിരിക്കുക. എന്തേ എന്നൊരു പരുങ്ങളോടെ സുധീഷ് ചോദിക്കേ. കാമുകിമാരെ പേടിച്ചേ കോളേജിന്റെ മതില് ചാടി രക്ഷപ്പെടാൻ നോക്കുന്ന നിങ്ങളെ ഒന്ന് ഭാവനയിൽ കണ്ടതാ. നിങ്ങളെ എനിക്ക് അറിഞ്ഞൂടെ, നിങ്ങൾ ഒരാളെയും പ്രേമിച്ചിട്ടുണ്ടാവില്ല, അതൊന്നും നിങ്ങൾക്ക് അറിയില്ലെന്ന് നിധിയും. ഹലോ, താൻ എന്താ എന്നെ പറ്റി വിചാരിച്ചിരിക്കുന്നത് എന്ന് സുധീഷ് ചോദിക്കേ. പറയാം, നിങ്ങൾ ഏതെങ്കിലും പെൺപിള്ളേരെ കണ്ട ഇടിച്ചു കാട്ടി വളവളന്ന് കൊഞ്ചം നിന്നിട്ടുണ്ടാവും, വളയ്ക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ടാവും, അത്രയേ കാണും എന്ന് നിധി പറയുന്നത് കേൾക്കേ. ഇവളെങ്ങനെ ഇത്ര കൃത്യമായിട്ട് പറഞ്ഞത് എന്ന് സംശയത്തോടെ മനസ്സിൽ പറഞ്ഞ്. അത്ര കൊച്ചാക്കൊന്നും വേണ്ട, ഈ 7th പഠിക്കുമ്പോഴായിരുന്നു എന്റെ ഫസ്റ്റ് ലവ്. 9th വെച്ച് 2 പേരെന്നെ പ്രേമിച്ചിട്ടുണ്ട്. പിന്നെ 10th വെച്ച് എന്റെ മലയാളം ടീച്ചറോട് പോലും എനിക്ക് ക്രഷ് തോന്നി എന്ന് സുധീഷ് പറയേ. അത്ര ചെറുപ്പത്തിലോ? അപ്പൊ നിങ്ങളെ കാമുകൻ നല്ല വിളിക്കേണ്ടത് കോഴിയുന്ന. അത് ശരി, ഇപ്പൊ ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ എന്ന് നിധിയുടെ ചോദ്യങ്ങൾക്ക് ഇവൾ അറിഞ്ഞിട്ട് ചോദിക്കുന്നതാണോ അതോ അറിയാതെ ചോദിക്കുന്നതാണോ എന്ന് സംശയത്തോടെ സുധീഷ് നിൽക്കുമ്പോഴേക്കും പറ എന്നവളും. സുധീഷൻ ചിരിയോടെ. ഇപ്പൊ ഒരു പെണ്ണിനോട് ലവ് ഉണ്ട്, പക്ഷേ ആ പെണ്ണ് സമ്മതിക്കുമെന്ന് അറിഞ്ഞൂടാ എന്ന് സുധീഷ് പറയേ. എന്തു പറ്റി? ആദ്യം കണ്ടപ്പോ തന്നെ വലിയ കാറ്, വീട്, ബിസിനസ് എന്നൊക്കെ തട്ടി വിട്ടിട്ടുണ്ടാവുമല്ലേ എന്ന നിധിയുടെ ചോദ്യം കേൾക്കേ. ഹലോ, ഇയാളുടെ അടുത്ത് ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് കരുതി എല്ലാവരുടെ അടുത്തും അങ്ങനെയാണോ എന്ന് സുധീഷും. ആദ്യമായിട്ട് കാണുന്നവരോട് സത്യം പറയാറില്ലെന്നല്ലേ പറഞ്ഞത് എന്ന് നിധി ചോദിക്കേ. അതെ, ഇത് പക്ഷേ 1 സൈഡ് ലവാ. ഞാൻ ആ കുട്ടിയെ ലവ് ചെയ്യുന്നുണ്ടോന്ന് ആ കുട്ടിക്ക് അറിയോന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ എന്ന് സുധീഷ് പറയാൻ. ഞാൻ വേണമെങ്കിൽ ഇയാൾക്ക് വേണ്ടി ആ കുട്ടിയോട് സംസാരിക്കണോ എന്ന് നിധിയും. പിന്നെ തക്കലെന്ന് വന്ന് തിരുവനന്തപുരത്ത് താമസം തുടങ്ങിയതേ കിളിക്കൂട്ടിലെ ആമ്പിള്ളരെ കെട്ടിക്കാന്ന ദൗത്യവുമായിട്ടാണല്ലോ. പോടെ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ആവാന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഡിവോഴ്സ് കഴിഞ്ഞാല് ഇയാൾക്ക് ആ കുട്ടിയെ കല്യാണം കഴിക്കാലോ എന്ന് നിധി പറയുന്നത് കേൾക്കെ. തോലച്ചു. നന്നായിട്ടൊന്ന് ആസ്വദിച്ച് സംസാരിച്ചു വരികയായിരുന്നു. അപ്പോഴേക്കും ബോംബിട്ടു എന്ന് പരിഭവത്തോടെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് നിൽക്കുക സുധീഷും. എന്താ ശരിയല്ലെന്ന് നിധി ചോദിക്കേ. ആ ഹെൽപ്പ് റിസർവിലിരിക്കട്ടെ, ആവശ്യം വരുമ്പോ ഞാൻ ചോദിച്ചോളാം കേട്ടോ എന്ന് പറയുമ്പോഴേക്കും കപ്പലണ്ടി വിൽക്കുന്ന ഒരു ചേട്ടനും അതിൽ നടന്നു പോവുകയാ. 2 പൊതി കപ്പലണ്ടി വാങ്ങിച്ചുകൊണ്ട്. എത്രയാ ചേട്ടാന്ന് സുധീഷ് ചോദിക്കേ. 30 എന്ന് അയാളും. ഈ 2 ചെറിയ പൊതിക്കോ എന്ന് ചോദിച്ചുകൊണ്ട് ക്യാഷ് കൊടുത്ത് നിധിക്കൊരു കപ്പലണ്ടി പൊതി കൊടുക്കുമ്പോഴേക്കും അവളും താങ്ക് യു പറഞ്ഞ് അത് വാങ്ങിക്കൊണ്ട് ആസ്വദിച്ച് കഴിച്ചോണ്ട് നിൽക്കുക. കപ്പലണ്ടി കഴിച്ചോണ്ട് നിൽക്കായിരുന്ന സുധീഷും നിധി ദേ അവിടെയാ അന്ന് രാത്രി നികേഷിനെ കണ്ടത് എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോഴേക്കും ഓ, ഇതായിരുന്നു നികേഷ് പറഞ്ഞ ബീച്ചല്ലേ, അവൻ ഇപ്പോഴും ശരിക്കും നോർമൽ ആയിട്ടില്ല എന്നവൾ പറയേ. അത്ര പെട്ടെന്ന് ഓക്കെ ആവുന്ന കാര്യമല്ലല്ലോ അത്, അതിന് സമയമെടുക്കും എന്ന് സുധീഷും പറയുകയാ. അവിടെ സുനന്ദയുടെ വീട്ടിൽ അപ്പോഴേക്കും കല്യാണത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം തുടങ്ങിയിരുന്നു. പന്തൽ പണിക്കാർ പന്തലെല്ലാം ഇടാനായി തുടങ്ങിയിരുന്നു. മുറ്റത്ത് ഒരു ജോലിക്കാരന് ക്യാഷ് കൊടുത്ത് നിൽക്കുന്ന സുനന്ദയുടെ അച്ഛന്റെ അടുത്തേക്ക് ചായയുമായി അമ്മ എത്തുകയാ. അദ്ദേഹം ആ ചായ വാങ്ങിച്ചുകൊണ്ട് സ്പീക്കർ റെഡിയാക്കിക്കൊണ്ടിരുന്ന പയ്യനോടായി, ബെന്നി ഇത് എത്ര വാട്സിന്റെയാ? അല്ല, ഇത് എത്ര ദൂരത്തേക്ക് ശബ്ദം എത്തുമെന്ന് അറിയാനാ എന്ന് ചോദിക്കേ. ചേട്ടനാ ഭാസ്കരേട്ടന്റെ വീട്ടുകാരെ അവിടെ കിടത്തി പൊറപ്പിക്കരുത്, അത്രയല്ലേ ഉള്ളൂ എന്ന് അയാളും ചോദിക്കുക. അതെ, കല്യാണം കഴിഞ്ഞ എന്റെ മോൾ അകത്ത് കയറുന്നത് വരെ ഇരിക്കപ്പുറത്തി കൊടുക്കരുത് എന്നവളുടെ അമ്മയും പറയുന്നുണ്ട്. ഞാൻ ഏറ്റു എന്നവൻ പറയേ. അത് മതിയെന്ന് പറഞ്ഞ് ലളിതയും അകത്തോട്ട് കയറി പോവുകയാ. അപ്പോഴേക്കും സുനന്ദയുടെ അച്ഛനും അവനോടായി, അതെ വേഗം തീർക്ക്, എന്നിട്ട് നീ ഓഡിറ്റോറിയത്തിലേക്ക് ചെല്ല് എന്ന് പറയേ. പേടിക്കണ്ട, അവിടെ നേരത്തെ പണി തുടങ്ങി അവൻ പറയുന്നതൊക്കെ. ആണോ, ഓക്കെ ഓക്കെ എന്ന് സന്തോഷത്തോടെ പറയുന്നുണ്ട് അയാൾ. അപ്പോഴേക്കും ഒരു സുഹൃത്ത് അങ്ങോട്ട് വന്ന് നമസ്കാരം പറഞ്ഞ് കെട്ടും സദ്യയൊക്കെ ഓഡിറ്റോറിയത്തിലായിരിക്കുമല്ലേ എന്ന് ചോദിക്കേ. സുനന്ദയുടെ അച്ഛനും അതെ
2000 പേര് വരുന്നതല്ലേ, ഈ വീട്ടുമുറ്റത്ത് എവിടാ സ്ഥലം എന്ന് ചോദിക്കുക. അപ്പോ തലരാത്രിയുടെ ഊണോ എന്ന് അയാൾ ചോദിക്കെ, അതും ഓഡിറ്റോറിയത്തിൽ തന്നെ. തലേന്ന് നോണായിരിക്കുമല്ലേ എന്ന് അയാൾ ചോദിക്കെ, പോത്തും കോഴിയുമുണ്ട്, പോരെ. അത് കേൾക്കെ അയാളും പൊട്ടിച്ചിരിച്ചുകൊണ്ട് അത് മതി എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കയറി പോവുകയാ. അപ്പോഴേക്കും സുഭാഷിന്റെ വെല്ലച്ചനും അങ്ങോട്ട് ഇറങ്ങി വന്ന്, ധനശേഖര, ഞാനൊന്ന് ഓഡിറ്റോറിയത്തിലേക്ക് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാ. അപ്പോഴാണ് ധനശേഖരനെ ഒരു കോൾ വരുന്നത്. അയാൾ ആ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് സുഭാഷും ഹരീഷും റോഡിലൂടെ അതിലെ നടന്നു പോകുന്നത്. സുനന്ദയും ജനലിലൂടെ സങ്കടത്തോടെ അവനെ നോക്കി നിൽപ്പാ. അവരെ കാണേ, ഞാൻ വിളിക്കാൻ കേട്ടോ എന്ന് പറഞ്ഞ് ജയപാലനും കോൾ കട്ട് ചെയ്യുകയാ. സങ്കടത്തോടെ തന്നെ ജനലിലൂടെ നോക്കി നിൽക്കുന്ന സുനന്ദയെ ടെൻഷനോടെ നോക്കി നിൽക്കുന്ന സുഭാഷിനെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നിധിയുടെ ഏട്ടത്തി സാന്ദ്ര കിളിക്കൂടിലേക്ക് എത്തുന്നതും ആ വീടിന്റെ അവസ്ഥയെല്ലാം കണ്ട് അവളെ ഉപദേശിക്കുന്നതുമൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.